Hello students, next we have problems of finding integral curve of x bar vector field passing through a particular point. ടെക്സ്റ്റിൽ ഒരു വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ മുഴുവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പാർട്ട് അവിടെ കാണുന്നില്ല. സൊല്യൂഷൻ പെട്ടെന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടുത്തെ ഇന്റഗ്രൽ ടെക്സ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന ഇന്റഗ്രൽ കർവ് എക്സ് ബാർ ഓഫ് x1 x2 x bar of p equal to pxp ഇത് പറയേണ്ട കാര്യമില്ല. അതിന്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ x of x1 x2 equal to minus x2 x1 I think minus x2 x1 and they have found the integral curve passing through the general point AB and through the point particular 1 0. എവിയിലെ കിട്ടിയ a1 b0 എന്ന് കൊടുത്താൽ മതി. ഡയറക്റ്റ് 1 0 ചോദിക്കുന്നെങ്കിൽ ഡയറക്റ്റ് 1 0 കൊടുത്തും ചെയ്യേണ്ടി വരും. എന്നിട്ട് എക്സസൈസിലെ പ്രോബ്ലംസ് 2.1 ആദ്യത്തെ എക്സസൈസിൽ ഈ 5 സെറ്റ് എക്സ് ബാർ ഓഫ് പി തന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഇന്റഗ്രൽ കർവ് കണ്ടുപിടിക്കാൻ 2.1 ക്വസ്റ്റ്യനിൽ എക്സ് ബാർ ഓഫ് പി തന്നിട്ടുണ്ട്. അത് വെച്ച് 2.5 find the integral curves passing through 1 of the vector fields in 2.1 and 2.6 പറയുന്നത് 1 കൂടെ പാസ് ചെയ്യുന്ന 2.5 2.6 പറയുന്നത് എ ബി ജനറൽ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഇവിടെ 5 പ്രോബ്ലംസ് ഉണ്ട്. ആ 5നും ഇത് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സർസൈസ് പ്രോബ്ലത്തിൽ ഒരെണ്ണം ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സർസൈസ് പ്രോബ്ലത്തിൽ എക്സ് ബാർ ഓഫ് x1 x2 x bar consider the vector field given by അങ്ങനെ കൂടെ ഉണ്ടാവും. consider the vector field given by x bar of p equal to pxp where x of x1 x2 associated function x of x1 x2 equal to minus 2x2 half x1 ടെക്സ്റ്റിൽ അവിടെ വർക്ക്ഔട്ട് ഉണ്ടോന്ന് ഓർത്താണ് കാരണം ചെയ്യുന്നത്. Find the integral curve passing through the point P11. Find the integral curve passing through the point 11. അത് എ ബി ആണെങ്കിലും 1 ഒക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഇന്റഗ്രൽ കർവ് ആകണമെങ്കിൽ 2 കണ്ടീഷനാണ് നമുക്കുള്ളത്. ഇന്റഗ്രൽ കർവ് ആണെങ്കിൽ എന്നാ ആൽഫ ഓഫ് ടി എലമെന്റ് ഓഫ് യു ആകണം. ആൽഫ ഡോട്ട് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ഇന്റഗ്രൽ കർവിന്റെ ഡെഫിനിഷൻ ആൽഫ ഓഫ് ടി ഫോർ ഓൾ ടി എലമെന്റ് ഓഫ് ഐ. ആൽഫ ഫ്രം ഐ ടു ആർ എൻ പ്ലസ് 1. എക്സ് ബാർ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എക്സ് ഫ്രം യു ടു ആർ എൻ പ്ലസ് 1. യു ടു ആർ Rn plus 1, okay. U2 Rn plus 1. X U2 Rn plus 1. കാരണം x of x1 x2 അപ്ലൈ ചെയ്തപ്പോൾ 2 കമ്പോണൻസ് ഉള്ള ഫംഗ്ഷൻ തന്നെയാണല്ലോ നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ ഇങ്ങനെ വെക്ടർ ഫീൽഡ് എക്സിന് പ്രത്യേകിച്ച് സബ്സെറ്റ് ഓഫ് ഇവിടെ Rn plus 1 എന്ന് പറഞ്ഞാൽ R2 ആ. n equal to 1 R2 അതോർക്ക്. അപ്പോൾ R2-ല് നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് യു ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ഇന്റഗ്രൽ കർവ് ആൽഫ എടുക്കുമ്പോൾ ഐ ടു ആർ എൻ പ്ലസ് 1 ആൽഫ ടി എലമെന്റ് ഓഫ് യു എന്നൊരു കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യണ്ട. അപ്പൊ ആകെ നോക്കേണ്ടത് ആൽഫ ടി R2-ലേക്ക് വരുമോ. ആൽഫ ടിക്ക് 2 കമ്പോണൻസ് നമ്മൾ ആൽഫ ടി കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഇത് ഇന്റഗ്രൽ കർവ് ആണെങ്കിൽ ആദ്യം വേണ്ടത് ആൽഫ ടിക്ക് 2 കമ്പോണൻസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ കർവ് 2 കമ്പോണൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കാൻ തുടങ്ങുന്നു. ലെറ്റ് ആൽഫ ടി ഈക്വൽ ടു നമ്മൾ x1 ഓഫ് ടി x2 ഓഫ് ടി എന്നുള്ള നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുക. x1 ഓഫ് ടി x2 ഓഫ് ടി ആരാ നമുക്കറിയത്തില്ല, കണ്ടുപിടിക്കണം. ബി ഇന്റഗ്രൽ കർവ് ഓഫ് ഗിവൺ എക്സ് ബാർ ഈ തന്നിരിക്കുന്ന അസോസിയേറ്റഡ് ഫംഗ്ഷൻ എക്സ് ഉള്ള എക്സ് ബാർ എഴുതുന്ന എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു പി എക്സ് പി എന്നുള്ളതാണ് നമ്മൾ എഴുതുന്ന ഫോം. എല്ലാം നമുക്ക് അതിൻ്റെ അകത്തൊക്കെ ക്ലിയർ ആണ്, എന്നാലും അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇതാണ് ഇന്റഗ്രൽ കർവിന്റെ ഫോം എന്ന് വിചാരിക്കുക. ഇങ്ങനെ വിചാരിക്കാൻ കാരണം എക്സിന് 2 കമ്പോണൻസ് ആണ്, അത്രയും 2 കമ്പോണൻസ് ആണ് ഇവിടെ ഉണ്ടാവേണ്ടത്. യു പ്രത്യേകിച്ച് തന്നിട്ടില്ലാത്തതുകൊണ്ട് ആൽഫ ടി റിയൽ R2-ന്റെ ഒരു പർട്ടിക്കുലർ ഭാഗത്താകണം എന്നൊന്നും നമുക്കിപ്പോൾ വാശിയില്ല, ഇത്രേ ഉള്ളൂ.
ഇനി ഇത് ഇന്റഗ്രൽ കർവ് ആവണമെങ്കിൽ അടുത്ത കണ്ടീഷൻ തന്നെ ആൽഫ ഡോട്ട് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി. അപ്പൊ ആൽഫ ഡോട്ട് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി, ആൽഫ ഡോട്ട് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി എന്നുള്ള കണ്ടീഷനിൽ നിന്ന് ഇപ്പൊ നമുക്ക് എന്നാ കിട്ടും? ആൽഫ ഡോട്ട് ടി എന്ന് പറയുന്നത് എന്നാ? ആൽഫ ഡോട്ട് ടി എന്ന് പറയുന്നത് ആൽഫ ഓഫ് ടി, ആൽഫ ഓഫ് ടിയില് എന്താ കൊടുക്കണ്ടേ? ഡി എക്സ് വൺ ബൈ ടി ടി അറ്റ് ടി, ഡി എക്സ് ടു ബൈ ഡി ടി അറ്റ് ടി. അറ്റ് ടി ഓഫ് ടി എഴുതാം. ഡി എക്സ് വൺ ഓഫ് ടി ബൈ ഡി ടി, ഡി എക്സ് ടു ഓഫ് ടി ബൈ ഡി ടി. ഇതാണ് ആൽഫ ഡോട്ട് ടി. ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്നാന്ന് നമ്മൾ എഴുതുന്നത്. എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് എന്നതാ? ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന പോയിന്റില് അത് എക്സ് വൺ എക്സ് ടു ആ. അവിടെ എന്താ കൊടുക്കണ്ട? എക്സ് ഓഫ് എക്സ് വൺ എക്സ് ടു കൊടുക്കുക. മൈനസ് ടു എക്സ് ടു ഹാഫ് എക്സ് വൺ എന്നുള്ളത് കൊടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആൽഫ ടി ഇവിടെ രണ്ടും സെയിം ആണ്, അതല്ല. അപ്പൊ ഇത് ഈക്വൽ ആണ്. ഡി എക്സ് വൺ, അപ്പൊ ഇത് സംഭവിക്കണമെങ്കിൽ ഇന്റഗ്രൽ കർവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഡി എക്സ് വൺ ബൈ ഡി ടി ഈക്വൽ ടു, അത് ആദ്യത്തെ കമ്പോണന്റ് ആൽഫ ടി ഒഴിവാക്കി ആദ്യത്തെ കമ്പോണന്റ് മൈനസ് ടു എക്സ് ടു ആകണം. ആൻഡ് ഡി എക്സ് ടു ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ടു ബൈ ഡി ടി ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന എക്സ് വൺ എക്സ് ടു ഉണ്ടല്ലോ, ആൽഫ ഓഫ് ടിയുടെ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്ന എക്സ് വൺ എക്സ് ടു ഉണ്ടല്ലോ, അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണിത്. ഡി എക്സ് ടു ബൈ ഡി ടി എന്ന് പറയുന്നത് ഈ കമ്പോണന്റ് ആണ്. ഇത് ഈക്വൽ ആണ്, ഹാഫ് എക്സ് വൺ എന്നാകണം. അപ്പൊ അത് ഈക്വൽ ആവുന്ന തരത്തില് എക്സ് വണ്ണും എക്സ് ടുവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പണി. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. x1, x2 are functions of t. So we denote d by dt എന്ന് പറയുന്നതിന് നമുക്കിപ്പോ ക്യാപിറ്റൽ ഡി, എല്ലായിടത്തും d by dt ആണല്ലോ, ക്യാപിറ്റൽ ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാം. അപ്പൊ ഈ d by dt d x1 ഈക്വൽ ടു മൈനസ് 2x2 എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഫ്രം ഹിയർ ഇവിടെ d by dt തന്നെയാണ്. d x2 ഈക്വൽ ടു ഹാഫ് ഓഫ് x1 എന്നും നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ സോൾവ് ചെയ്ത് x1 x2 കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി 2dx2 ഈക്വൽ ടു എന്നാകാം. എന്നിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യാം. എന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. dx1 ഈക്വൽ ടു മൈനസ് 2x2 എന്നിവിടെ ഉണ്ട്. ആൻഡ് ഇതിനെ നമുക്ക് 2dx2 ഈക്വൽ ടു 2dx2 ഈക്വൽ ടു x1 എന്ന് എഴുതാം. x1 എന്ന് പറയുന്നത് ഇപ്പൊ 2dx2 ആണ്. x1 ഈക്വൽ ടു 2dx2. അപ്പൊ അത് ഇതിലേക്ക് കൊടുക്കാമല്ലോ. അപ്പൊ d ഓഫ് x1ന് പകരം ഇത് ഉപയോഗിച്ചു, ഇത് ഉപയോഗിക്കുക 2dx2 ഈക്വൽ ടു ഇതുപോലൊരു പണിയാണ് എല്ലായിടത്തും ചെയ്യുക. മൈനസ് 2x2 ഇതിന്റെ അകത്ത് ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ അകത്ത് x2ന് അടുത്ത് ഇങ്ങോട്ട് കൊടുക്കാം. പക്ഷെ ഇപ്പൊ എളുപ്പം ഇതായതുകൊണ്ട് നമ്മളിത് ചെയ്തു. അപ്പൊ 2 ഇൻറ്റു ഡി സ്ക്വയർ ഓഫ് x2 ഈക്വൽ ടു മൈനസ് 2x2. അപ്പൊ ആ 2ന്റെ ആവശ്യം ഇല്ലല്ലോ. ഡി സ്ക്വയർ x2 ഈക്വൽ ടു മൈനസ് x2 എന്നാണ് ഈ കാണുന്നത്. അല്ല, ഡി സ്ക്വയർ x2 സെയിം ആ, പ്ലസ് 1 ഓഫ് x2 ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുക. ഡി സ്ക്വയർ പ്ലസ് 1 ഓഫ് x2 ഈക്വൽ ടു 0. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് വെച്ചൊരു ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുമല്ലോ. ഓക്സിലറി ഇക്വേഷന് ഡിക്ക് പകരം എം കൊടുക്കുക. എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി എമ്മിന്റെ വാല്യൂ ഇമാജിനറി ആകാം, റിയൽ ആകാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടുക എം സ്ക്വയർ പ്ലസ് 1 0 എന്നുള്ളത് കൊണ്ട് എം സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടുക. അത് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് പറയാ. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത്. എം സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ, എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1, m square equal to minus 1, m equal to plus or minus I. അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമുക്ക് രണ്ട് കോംപ്ലക്സ് റൂട്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. a പ്ലസ് ഓർ മൈനസ് ഐ ബി ഫോമിലാണെങ്കിൽ സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയായിരുന്നു? ഇ റൈസ് ടു എ എക്സ്, ഇപ്പൊ ടി ആ, ഇ റൈസ് ടു എ ടി ഇൻറ്റു c1 കോസ് ബി ടി പ്ലസ് c2 സൈൻ, എയുടെ റോള് തീർന്നു, സൈൻ ബി ടി എന്നാണ്. നമ്മളുടെ എ എത്രയാ? 0 ആണ്, പ്ലസ് ഓർ മൈനസ് ഐ. ഐയുടെ കൂടെ ഉള്ളത് പ്ലസ് ഓർ മൈനസ് ഒക്കെ ഈ കൂടെ പോകും. ഐയുടെ കൂടെ ഉള്ളത്
ബി ഈക്വൽ ടു 1, എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1. അപ്പൊ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറോ ഈ റേസ് ടു എക്സോ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. ഇപ്പൊ അവിടെ ഒന്നും ഇല്ലല്ലോ, 0 ആണ്. പി ഐ ഈക്വൽ ടു 0 ആണ് നമ്മുടെ കേസിൽ, പി ഐ ഈക്വൽ ടു 0. സോ ദ സൊല്യൂഷൻ ഇപ്പോ നമ്മൾ സാധാരണ ഡി സ്ക്വയർ പ്ലസ് 1 വൈ ഈക്വൽ ടു, അപ്പൊ വൈ ആ പറയാം. അപ്പൊ ഇത് x2ലാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വേരിയബിൾ x2 ആണ്. അതുകൊണ്ട് നമുക്ക് വൈക്ക് പകരം വൈ എന്നല്ല എഴുതേണ്ടത്, വൈക്ക് പകരം നമുക്ക് x2 ആണ് ഇപ്പൊ കിട്ടുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡി സ്ക്വയർ പ്ലസ് 1 x2, അതിന്റെ വേരിയബിൾ x2 ആണല്ലോ, അപ്പൊ നമ്മൾ x2 പറയാം. x2 ഈക്വൽ ടു സി എഫ് പ്ലസ് പി ഐ എന്നൊക്കെ എഴുതണം. പി ഐ 0 ആയതുകൊണ്ട് ഇ റേസ് ടു എ ഈക്വൽ ടു 0, ഇ റേസ് ടു 0t അത് 1. അപ്പം ഇ റേസ് ടു അങ്ങനെ തന്നെ എഴുതിക്കോ, 0t ഇൻറ്റു c1 കോസ് b1 കോസ് ടി പ്ലസ് c2 സൈൻ ടി എന്നുള്ളതാണ് x2ന്റെ വാല്യൂ. x2 ഇതാണെങ്കിൽ x1 ഇപ്പൊ പറയാം. x1 എന്നാ, x1 എന്ന് പറയുന്നത് 2d x2, x1 ഈക്വൽ ടു ഇതിനെ ഇ റേസ് ടു 0t ഇല്ല കേട്ടോ, c1 കോസ് ടി പ്ലസ് c2 സൈൻ ടി എന്ന് എഴുതാനുള്ളതുള്ളൂ. ഇ റേസ് ടു 0t 1 ആണ്. x1 ഈക്വൽ ടു 2d x2ൽ കൊടുക്കുക, 2d x2, 2 ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക, c1 ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ്, അപ്പൊ മൈനസ് സൈൻ ടി എന്നാകും. c2 ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി എന്നാകും, c2 കോസ് ടി. x1 കിട്ടി, x2 കിട്ടി. സോ ആൽഫ ഓഫ് ടി ഈക്വൽ ടു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, x1 ഓഫ് ടി, ആൽഫ ഓഫ് ടി, x1 ഓഫ് ടി, x2 ഓഫ് ടി ആകട്ടെ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതുന്ന ആൽഫ ഓഫ് ടി? x1 കിട്ടിയത് ഇതാ, മൈനസ് 2c1, മൈനസ് 2c1 സൈൻ ടി, മൈനസ് അല്ല പ്ലസ് 2c2 കോസ് ടി, കോമ x2 കിട്ടിയ എന്നാ, c1 കോസ് ടി, c1 കോസ് ടി പ്ലസ് c2 സൈൻ ടി. അപ്പൊ ഇന്റഗ്രൽ കർവ് കണ്ടുപിടിക്കാന്നുള്ള പണി തീർന്നു. ഇന്റഗ്രൽ കർവ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, ആൽഫ ഓഫ് ടി ഈക്വൽ ടു ഈ ഫോം ആണ്. ഇനി പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 1 തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇവിടെ ഇപ്പൊ c1 c2 എന്നുള്ള കോൺസ്റ്റൻസ് വന്നിട്ടില്ലേ, ആ കോൺസ്റ്റൻസിനെ തീരുമാനിക്കാനാണ് പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഇതാണ് ആൽഫ ഓഫ് ടി. പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 1 എന്ന് പറഞ്ഞപ്പം നമുക്ക് ഈ പോയിന്റ് കൂടെ പോകണമെങ്കിൽ നമ്മൾ ആൽഫ 0 ആണ് കൊടുക്കുക സാധാരണ. ആൽഫ 0 ഈക്വൽ ടു 1 1 എന്ന് നമ്മൾ കൊടുക്കുന്നു. ആൽഫ 0 ഈക്വൽ ടു 1 1. അപ്പൊ എന്താ, ആൽഫ 0 ടി ഈക്വൽ ടു 0യിൽ ഇത് കൊടുക്കുക, ടി ഈക്വൽ ടു 0യിൽ ആൽഫ 0 എന്ന് പറയുന്നത് എന്താ, ആൽഫ 0 ഈ ഇക്വേഷനിൽ 1 ഗീവ്സ് ആൽഫ 0 ഈക്വൽ ടു ടി ഈക്വൽ ടു 0 ഇവിടെ കൊടുത്തേ, സൈൻ 0 0 ആണ്, കോസ് 0 ആണ് 1. അപ്പൊ അവിടെ എന്ത് കിട്ടും, ആദ്യത്തെ കമ്പോണന്റിൽ 2c2, രണ്ടാമത്തെ കമ്പോണന്റിൽ സൈൻ 0 0 ആണ്, അപ്പൊ അതിൽ രണ്ടാമത്തെ ടേം ഇല്ല, കോസ് 0 1, c1 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്നാ, വേറൊരു ആൽഫ 0 ഇവിടെ കിടക്കുന്നു, 2c2 ഈക്വൽ ടു 1 ആൻഡ് c1 ഈക്വൽ ടു 1. അതായത് c1 1 ഉം c2 1/2 ആണ്, c1 1 ഉം c2 1/2 ആണ്. അപ്പൊ ഇന്റഗ്രൽ കർവ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനേ ഉള്ളൂ, 1ൽ കാണുന്നതാണ് ഇന്റഗ്രൽ കർവ്. ഇന്റഗ്രൽ കർവ് 1 ആണ്. ഇന്റഗ്രൽ കർവ് പാസിംഗ് ത്രൂ 1 1 എന്ന് പറയുമ്പോൾ എന്നാ ചെയ്യണം, ഈ c1 c2 വാല്യൂ കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൽഫ ഓഫ് ടിക്ക് അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആൽഫ ഓഫ് ടിയില് ഇക്വേഷൻ 1ൽ കാണുന്നിടത്ത് c1 1 കൊടുക്കുക, അപ്പോ മൈനസ് 2 സൈൻ ടി ആദ്യത്തെ കമ്പോണന്റ് പ്ലസ് c2 1/2 കൊടുക്കുക, 2 1/2 കൂടെ പോകും, പ്ലസ് കോസ് ടി എന്ന്. അടുത്ത കമ്പോണന്റ് നേരെ സ്ട്രൈറ്റ് ആയിട്ട് എഴുതുന്നതാണ്, c1 ഈക്വൽ ടു 1, അപ്പോൾ കോസ് ടി, c2 ഈക്വൽ ടു 1/2, 1/2 sin t, 1/2 sin t. Integral curve of the vector field is in equation 1. Integral curve passing through 1 1 is in equation 2. Integral curve passing through 1 1 equation. എക്സർസൈസിൽ കാണുന്നതും ഒക്കെ ഇങ്ങനെയാണ്. പാസിംഗ് ത്രൂ എ ബി, 1 1 പകരം എ ബി ആണെങ്കിൽ എന്നാ, ആൽഫ 0 ഈക്വൽ ടു എ ബി എന്ന് കൊടുക്കണം. അപ്പോ ആൽഫ 0 ഈക്വൽ ടു എ ബി, ആൽഫ 0 ലെഫ്റ്റ് സൈഡ് സെയിം ആ, 2c2 ഈക്വൽ ടു എ എന്ന് കിട്ടും, 2c2 ഈക്വൽ ടു എ എന്ന് കിട്ടും, c1 ഈക്വൽ ടു എ ബി, ആൽഫ 0 2c2 c1 തന്നെയാ, എ ബി, c1 ഈക്വൽ ടു ബി എന്ന് കിട്ടും. അതിനനുസരിച്ച് ഈ ഇക്വേഷൻ വാല്യൂസ് മാറ്റി എഴുതിയാൽ ഇന്റഗ്രൽ കർവ് പാസിംഗ് ത്രൂ എ ബി ആയി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.
അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.